Good morning. Today going to talk about role of advertising. Public relation എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. The role of advertising. There are several factors affecting consumers to buy the specific brand. This aims to discuss the role of advertising and public relation when introducing new brand will therefore focus on those tools. അതായത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് സ്പെസിഫിക് ബ്രാൻഡ് വാങ്ങുമ്പോൾ അതിന് രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് വരുന്നുണ്ട്. ഒന്ന് അഡ്വർടൈസിങ്ങും ഒന്ന് പബ്ലിക് റിലേഷനും. ഒരു പുതിയ ബ്രാൻഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് പബ്ലിക് റിലേഷനും ആ കമ്പനിയെക്കുറിച്ചിട്ടുള്ള ഇമേജും അതേപോലെ തന്നെ അഡ്വർടൈസിങ്ങും ആണ്. അഡ്വർടൈസിങ് ഇപ്പോൾ ടു ബെൽസ് ആൻഡ് ബെൽസ് പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ബെൽച്ച് ആൻഡ് ബെൽച്ച് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ നേരിട്ട് വന്നിട്ടല്ല, ഒരു നോൺ പേഴ്സണലായിട്ട് പെയ്ഡ് ഫോമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ദ ഐഡിയ ഓഫ് ദ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. ഒരാളുടെ ഐഡിയ വെച്ചിട്ട് നമ്മൾ സ്പോൺസറെ ഏൽപ്പിച്ചിട്ട് അയാളുടെ ഐഡിയ പോലെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇമേജ് ചെയ്യാണ്. ഈ നോൺ പേഴ്സണൽ സെൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും അത് മാസ് മീഡിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള തരത്തിൽ അതിനുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ വോയിസുകളോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊമോഷണൽ ടൂളാണ് പെർസ്യൂ ചെയ്യാനായിട്ട്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റേഴ്സ് കൺസ്യൂമേഴ്സ് പെർസ്യൂ ചെയ്യാനായിട്ട് പിന്തുടരാനായിട്ടുള്ള ഒരു ടൂളാണ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ. ഹൂസ് പ്രൊഡക്റ്റ് സർവീസ് എയിമിങ് സാറ്റിസ്ഫൈ മാസ് കൺസ്യൂമർ മാർക്കറ്റ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ടാക്കാം, നമ്മുടെ പ്രൊഡക്റ്റ് അവർ ഡിമാൻഡ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു. അക്കോർഡിംഗ് ടു ടെല്ലിസ് ദ നമ്പർ ഓഫ് അഡ്വർടൈസിങ് മെസ്സേജസ് ദാറ്റ് റീച്ച് ദ കൺസ്യൂമേഴ്സ് വാരി ഫ്രം 100 മോർ ദാൻ 1000 ഡേ. അതായത് ഒരു ദിവസം തന്നെ 100 മുതൽ 1000 വരെയുള്ള മെസ്സേജസ് വരുന്നുണ്ടെന്നാണ് ടെല്ലി സജസ്റ്റ് ചെയ്യുന്നത്. സോൾമൻ ഗോസ് ഫർദർ ക്ലെയിമിങ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് കോമ്പറ്റീഷൻ ഓഫ് കൺസ്യൂമേഴ്സ് അറ്റൻഷൻ. അതിൽ കൺസ്യൂമേഴ്സിൻ്റെ അറ്റൻഷൻ കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഏതാണോ അതിനാണ് നമ്മളൊരു 3000 അഡ്വർടൈസ്മെൻറ്റ് കാണുക. അതിൽ നമ്മൾ നോട്ടബിൾ ആവണമെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് $240 ഒക്കെ സജസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പ്രൊമോഷൻ എക്സ്പെൻഡിച്ചേഴ്സ് ചെലവ് ചെയ്തിട്ടാണ് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് നമുക്ക് വർക്ക്സ് ഇൻ ഫ്രീ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡ് നെയിംസ് ക്രിയേറ്റഡ് നോൺ ടു റെപ്രസെൻറ്റ് ഫേംസ്. ആ ഫേമിൻ്റെ ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ഇനി റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്. പബ്ലിക് റിലേഷൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്ങിൽ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും പബ്ലിക് റിലേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് റിലേഷൻ ഈസ് എ ബിൽഡിംഗ് എ ഗുഡ് റിലേഷൻ വിത്ത് കമ്പനി വേരിയസ് പബ്ലിക്. കമ്പനിയായിട്ട് ബന്ധപ്പെടുന്ന പബ്ലിക്കുമായിട്ട് ഒരു ഗുഡ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പബ്ലിക് റിലേഷൻ എന്ന്. ആംസ്ട്രോങ് ആൻഡ് കോട്ട്ലർ characterize the concept of PR to promote product for people, place and ideas, activities and countries. അതായത് ഈ പബ്ലിക് റിലേഷൻ വേണ്ടി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ ഐഡിയാസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഡിഫൈൻ PR മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഇവാലുവേറ്റ് ദ പബ്ലിക് ആറ്റിറ്റ്യൂഡ്, ഐഡൻറ്റിഫൈസ് ദ പോളിസീസ്. അതൊക്കെ നമ്മളൊരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, പോളിസീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്നത്. പബ്ലിക് അണ്ടർസ്റ്റാൻഡിങ്, ആക്സെപ്റ്റൻസ്. അതായത് പബ്ലിക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കുക, പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാം. അതാണ് മെയിനായിട്ട് പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് മീറ്റ് ചെയ്യുന്നത്. ഇനി ആംസ്ട്രോങ് ആൻഡ് കോട്ട്ലർ കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് പബ്ലിക് റിലേഷൻ. പ്രസ് റിലേഷൻസ് ടു പ്രസ് ഏജൻസിയുമായിട്ട് ആ പേഴ്സൺസിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രൊഡക്റ്റ് പബ്ലിസിറ്റി ചെയ്യുക, പബ്ലിഷിംഗ് സ്പെസിഫിക് പ്രൊഡക്റ്റ് പബ്ലിഷ് ചെയ്യുക. പബ്ലിക് അഫെയർസ്, ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിൻ ലോക്കൽ നാഷണൽ റിലേഷൻഷിപ്പ്, ലോക്കലായിട്ടുള്ളതും നാഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ലോബിയിങ്, ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻ വിത്ത് ലെജിസ്ലേറ്റേഴ്സ്, ഗവൺമെൻറ്, അവരുമായിട്ട് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് നമ്മൾക്ക് ടാക്സുകൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുക, ഗവൺമെൻറ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക. അപ്പോൾ അവിടെ നടക്കുന്നതാണ് ഈ ലോബിയിങ് എന്ന് പറഞ്ഞാൽ. അവരായിട്ട് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളർത്തുകയാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റർ റിലേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ റിലേഷൻ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതേഴ്സ് ഒക്കെ അവരുമായിട്ട് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ഡോണേഴ്സ് മെമ്പേഴ്സ് ഓഫ് ദ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ടു ഗെയിൻ ഫിനാൻഷ്യൽ അവർ വോളണ്ടിയേഴ്സ്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ കൂടുതൽ ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഡോണേഴ്സിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണ്, അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുകയാണ് ആൾക്കാർക്ക് എന്ന് പറയുന്നത്, അതിലുള്ള ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇനി ടാർഗറ്റ് ഓഫ് PR ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? Belch and Belch argues that a target of PR effort may vary with a different objective or different audience.
PR പബ്ലിക് റിലേഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഓഡിയൻസിനെ അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉണ്ട്, ലെജിസ്ലേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കൺസ്യൂമേഴ്സ്, എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, അവരൊക്കെ അതിൽ ഇൻവോൾവ്, സപ്ലയേഴ്സ്, കറണ്ട് കസ്റ്റമേഴ്സ്, അതേപോലെ ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, ഇനി വരാൻ പോകുന്ന ആൾക്കാർ, അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പബ്ലിക് റിലേഷൻ വഴി അവരെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നെസറി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഗ്രൂപ്പ് ഓൺ എ ഓൺഗോയിങ് ബേസിസ് ഫോർ വെറൈറ്റി ഓഫ് റീസൺസ്. ഇവരിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പല റീസൺസ് ഉണ്ട്, റേഞ്ചിങ് ഫ്രം എൻഷുറിങ് ഗുഡ് വിൽ ടു ദ ഇൻട്രൊഡ്യൂസിങ് ന്യൂ പോളിസീസ്, പുതിയ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ, അതായത് ഇവരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഈ പബ്ലിക് റിലേഷൻ വഴിയാണ്. അപ്പോൾ പബ്ലിക് റിലേഷനിൽ നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരിലേക്കുമാണ്. കസ്റ്റമേഴ്സിന് മാത്രം, അഡ്വർടൈസിങ്ങിന് കസ്റ്റമേഴ്സിന് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ പബ്ലിക് റിലേഷൻ നമ്മൾ പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നത് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, നമുക്ക് സപ്ലയേഴ്സ്, പ്രൊഡക്റ്റുകൾ തരുന്ന ആൾക്കാർക്ക്, കസ്റ്റമേഴ്സ്, ബാങ്കുകൾ, അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പബ്ലിക് റിലേഷനിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.